ഹലോ ഗൈസ്, വെൽക്കം ടു CGI. ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെ ഒരു ഇന്റർനെറ്റ് റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു CNC 3D കൺവേർട്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർസ് ഒന്ന് ഫോട്ടോഷോപ്പ് ആണ്, പിന്നെ 3ds Max ആണ്. 3ds Maxലേക്കാണ് നമ്മൾ CNC ഡിസൈൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗൂഗിളിൽ പോവാം, ഒരു സെർച്ച് എഞ്ചിനിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കീവേഡ് കൊടുക്കുക. ഞാനിവിടെ ട്രഡീഷണൽ CNC ഡിസൈൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ പരമാവധി പ്രോപ്പർ ആയിട്ടുള്ള കീവേഡ് കൊടുക്കുക. അതിനുശേഷം ഇമേജസ് എന്ന ഓപ്ഷനിൽ വരാം. ഓൾസിലേക്ക് എടുക്കണ്ടാവാം, ഇമേജസ് ചൂസ് ചെയ്യുക. എന്നിട്ട് ടൂൾസിൽ പോയിട്ട് സൈസ് ലാർജ് ആക്കി കൊടുക്കുക. അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് ഒക്കെ നല്ല റെസൊല്യൂഷൻ ഉള്ള ടൈപ്പിലേക്ക് വരാം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ഞാൻ ഇവിടെ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫയൽ വരുന്നത്. ഈ ഇമേജിനെ നമുക്ക് നേരെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇമേജിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ്. ഇപ്പൊ നമ്മുടെ ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെ വന്നിട്ട് W അമർത്താം. ഈ കാണുന്ന ടൂളാണ് ക്വിക്ക് സെലക്ഷൻ ടൂൾ. W ആണ് ഷോർട്ട് കീ വരുന്നത്. ക്വിക്ക് സെലക്ഷൻ ടൂൾ, മാജിക് വൺ ടൂൾ, പിന്നെ ഒബ്ജക്ട് സെലക്ഷൻ, ഇതൊക്കെ W ആണ് ഷോർട്ട് കീ വരുന്നത്. ഫോട്ടോഷോപ്പിൽ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ മാജിക് വൺ ടൂൾ എടുത്തിട്ട് ഈ വൈറ്റ് പോർഷനിൽ സെലക്ട് ചെയ്തു. നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് അതിനെ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ദെൻ ഇപ്പുറത്തെ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഈ സെലക്ഷൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുകളിൽ ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനെ പറയുന്ന പേരാണ് ആഡ് ടു സെലക്ഷൻ. അല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞാൽ സെലക്ഷന്റെ അവിടെ ഒരു പ്ലസ് ചിഹ്നം വരും. കണ്ടില്ലേ? ജസ്റ്റ് അതിനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോ ഒരേ സമയം രണ്ടും സെലക്ട് ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് അടിക്കുക. താഴെ വരുമ്പോൾ മേക്ക് വർക്ക് പാത്ത് എന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടോളറൻസ് എന്ന ഓപ്ഷൻ വാല്യൂ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഒരു ലൈൻ ആയിട്ട് കിട്ടും. വാല്യൂ കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വേർട്ടെക്സുകൾ വരും. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, അത്യാവശ്യം വേർട്ടെക്സുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന പോയിന്റിൽ ഇവിടെയും ഇവിടെയും പോയിന്റ് വന്നിട്ടുണ്ട്. ഈ പോയിന്റ് ഒക്കെ ഓരോ വേർട്ടെക്സുകളായിട്ട് 3D മാറും. സോ പരമാവധി ലോഡ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടോളറൻസ് വാല്യൂ കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയായിരിക്കും റിസൾട്ട് കിട്ടുക. ഞാനിവിടെ ഒന്നിന് പകരം ഒരു 0.5 കൊടുത്തു. ഇവിടെ നോക്കി കാണാൻ സാധിക്കും, കണ്ടില്ലേ, ഒരുപാട് വേർട്ടെക്സ് പോയിന്റുകൾ വന്നിട്ടുണ്ട്. ഈ പോയിന്റ് ഒക്കെ വേർട്ടെക്സ് ആവാൻ മാറും. അതോടൊപ്പം തന്നെ നല്ല ഹാങ് ഉണ്ടാവും. സോ വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പരമാവധി വാല്യൂസ് കൂട്ടിയിടുന്നതാണ് നല്ലത്. തൽക്കാലം ഞാനിവിടെ 2 കൊടുത്തു. ഏകദേശം തിരക്കേടില്ലാത്തൊരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് 3D കൊണ്ടുപോകുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം ഫയലിൽ പോവാം, എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ വരാം. താഴേക്ക് വരുമ്പോൾ പാത്സ് ടു ഇലിസ്ട്രേറ്റർ ഓക്കെ കൊടുക്കുക. ഇത് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു പാത്തിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ പേര് അതന്നെ കൊടുത്തിട്ട് ഇവിടെ സേവ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഫയലിനെ ക്ലോസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ സേവ് ചെയ്ത ഫയല് ഒരു ഇലിസ്ട്രേറ്റർ ഫയലായിട്ട് സേവ് ആയിട്ടുണ്ട്, AI. ഇനി നമ്മുടെ 3D വരാം. 3ds Max ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സീനിലേക്ക് ആ ഫയൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫയൽ എന്ന ഓപ്ഷനിൽ വരാം. ഇമ്പോർട്ട്, ഒന്നില്ലെങ്കിൽ ഇമ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മെർജ് കൊടുക്കാം. ഒരു പുതിയൊരു ഫയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് കൊടുക്കാം. അതല്ല ഓൾറെഡി ഉള്ള ഫയലിലേക്കാണ് നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ വന്നിട്ട് മെർജ് കൊടുക്കാം. ഇവിടെ ഞാൻ ഇതൊരു പുതിയൊരു പേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഡയറക്റ്റ് ഇമ്പോർട്ട് കൊടുക്കുകയാണ്.
നമ്മുടെ ഇല്ലസ്ട്രേറ്റർ ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇവിടെ പറയുന്നത് നമ്മുടെ നിലവിലുള്ള കറണ്ട് സീനിലേക്ക് മെർജ് ചെയ്യാനാണ് പറയുന്നത്. താഴെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, കംപ്ലീറ്റ്ലി റീപ്ലേസ് സീൻ കൺവേർട്ട് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് അല്ലെങ്കിൽ കറണ്ട് സീൻ വരുന്നുണ്ട്. ഓൾറെഡി റീപ്ലേസ്ഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇത് തരം പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഞാനിവിടെ കംപ്ലീറ്റ്ലി റീപ്ലേസ് കൊടുക്കുകയാണ്, കാരണം ഇത് പുതിയൊരു സീനാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഓൾറെഡി ഉള്ള ഫയലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെർജ് സീൻ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക, സിംഗിൾ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ഫയലിലേക്ക് ഫയൽ ഇമ്പോർട്ട് ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വളരെ ചെറുതായിട്ട് വന്നിട്ടാണ്. മൂവ് ടൂൾ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ കാണില്ലേ, ഇങ്ങനെ സെലക്ട് ആയിട്ട് വന്നു, ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ കൊടുത്ത ഒരു മൾട്ടിപ്പിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലൈൻസ് ഒക്കെ സെപ്പറേറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ സിംഗിൾ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് പറ്റിയത്. ദെൻ ടോപ്പ് വ്യൂയിൽ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്നുകൂടി ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ആവശ്യമില്ലാത്ത വേർട്ടക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ഒക്കെ ചെയ്ത്, നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കാണുന്ന ലൈൻ ഒരിക്കലും ഇതേപോലത്തെ ഒബ്ജക്റ്റുകളെ കവർ ചെയ്യരുത്. കണ്ടില്ലേ, ഇങ്ങനെ കവർ ആയി പോകരുത്. ആ ഒരു ഷേപ്പിൽ തന്നെ വരണം. ഇതേപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തെടുക്കാം സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ 3D കൺവേർട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്യാം. എല്ലാ പോർഷനും ചെക്ക് ചെയ്ത് നോക്കിയത് പോലെ. അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇവിടെ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഒരു ഫിനിഷിംഗിലായിട്ടാണ് വന്നിട്ടുള്ളത്. ആവശ്യമില്ലാത്ത വേർട്ടക്സുകളൊക്കെ പരമാവധി ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ അത്രയും ലോഡ് കുറയ്ക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഫയലിനെ 3D ആക്കാൻ വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ എക്സ്ട്രൂഡ് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒറ്റ സെലക്ഷൻ വരണം കേട്ടോ. ദെൻ മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് ഈ എക്സ് ടൈപ്പ് ചെയ്തിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇപ്പൊ ഈ കാണുന്ന പോർഷനിലൊക്കെ ഒരു ഫിനിഷിംഗ് കുറവുണ്ട്, കണ്ടില്ലേ, അത് ആ വേർട്ടക്സുകളുടെ പ്രോപ്പർ അല്ലാത്ത കാരണമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇന്റർപോളേഷൻ ഓപ്ഷൻ ഉണ്ട്. ലൈൻ സെലക്ട് ചെയ്യുക, മോഡിഫൈയില് ഇന്റർപോളേഷൻ ഓപ്ഷനിൽ വരാം. ദെൻ അഡാപ്റ്റീവ് ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, കുറച്ചുകൂടി സ്മൂത്ത് ആയി വരാണ്ടല്ലേ. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇനി ഒന്നും കൂടി എക്സ്ട്രൂഡ് ചെയ്യാം. നേരത്തെക്കാളും നല്ല ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിംഗ് ഒബ്ജക്റ്റിൽ ജസ്റ്റ് റണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മുടെ റണ്ടറിങ് റിസൾട്ട്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഇമേജ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിന്റെ സഹായത്തോടു കൂടി കൺവേർട്ട് ചെയ്ത് 3D കൊണ്ടുവരുന്നത് വളരെ ഈസി ആയിട്ട്. ഇനി നിങ്ങളിത് വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ വളരെ സമയം കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഞാൻ റിപ്ലൈ വരാം. അല്ലെങ്കിൽ എൻ്റെ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.